കേരളത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഒരു കാലത്ത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ നിരവധി സ്ഥാനമാനങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആയിരുന്നു. അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ താഴെ പലപ്പോഴും സെക്രട്ടറിമാരോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള പോസ്റ്റുകളിലൊക്കെ ഇരുന്ന പലരും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ആളുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് DK ശിവകുമാർ, അതുപോലെ തന്നെ മമതാ ബാനർജി അദ്ദേഹത്തിൻ്റെ കീഴിൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ നിന്ന് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് വലിയ അപമാനം സഹിക്കേണ്ടി വരികയാണ്. അദ്ദേഹത്തെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതിലൊരു ഉദാഹരണം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ ഒരു മാസത്തെ തൻ്റെ സാലറി MLA എന്നുള്ള നിലക്ക് തനിക്ക് കിട്ടുന്ന ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRFിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുക്കാൻ തീരുമാനിച്ച അദ്ദേഹം വാർത്തയെ പുറത്തു വിട്ടു. അപ്പോൾ പുറത്ത് വിട്ട സമയത്താണ് നമുക്കറിയാലോ CMDRFിൽ വലിയ അഴിമതി നടക്കുന്നു, അതുകൊണ്ട് അതിലേക്ക് പണം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില യൂട്യൂബ് ചാനലുകളൊക്കെ വീഡിയോ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാനലുകളിലൊക്കെ വീഡിയോ ചെയ്തപ്പോൾ അവർക്കെതിരെയൊക്കെ ഒരു ഏതാണ്ട് 40ഓളം വരുന്ന കേസുകൾ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ അത്തരത്തിലുള്ളൊരു പോസ്റ്റ് വ്യാജമായി നിർമ്മിച്ചാരോ പുറത്തു വിട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിന് വലിയ പിന്തുണയുമായിട്ട് രമേശ് ചെന്നിത്തല ഇത്തരത്തിലൊരു ശമ്പളം കൊടുക്കാമെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് എല്ലാ തരത്തിലുള്ള യോജിപ്പുണ്ട് എന്നുള്ളതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കടമ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെക്കുറിച്ച് ഇന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്ന് പറഞ്ഞത് അതൊട്ടും ശരിയായില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് അത്ര നന്നായില്ല, കാരണം അത്ര നല്ല തീരുമാനമല്ല. കാരണം ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് കാശ് കൊണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പകരം കോൺഗ്രസ്സിന് അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതിപ്പോൾ പല തരത്തിലുള്ള സഹായങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസും പല ആളുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൊടുക്കാമായിരുന്നു എന്നാണ് കെ സുധാകരൻ ഇത് ഉന്നയിച്ചിട്ടുള്ളത്. കെ സുധാകരൻ ഇത് പറയുമ്പോൾ ഒരു കാലത്ത് രമേശ് ചെന്നിത്തല ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും ട്രസ്റ്റഡ് റൈറ്റ് ഹാൻഡ് എന്നൊക്കെ പറയാവുന്ന വലങ്കൈയായി നിന്നിരുന്ന ഒരാളാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ രമേശ് ചെന്നിത്തലയെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ മാറ്റിക്കൊണ്ടിട്ട് നമുക്കറിയാമല്ലോ പിന്നീട് VD സതീശനെയും അതുപോലെ കെ സുധാകരനെയൊക്കെ എടുത്ത് വെക്കുന്നത്. അന്നേരം അത് പറഞ്ഞത് കുറച്ചുകൂടി യൂത്ത് ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരട്ടെ എന്നുള്ളതാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയേക്കാൾ പ്രായം കൂടുതലാണ് കെ സുധാകരന്. അപ്പോൾ അദ്ദേഹത്തെ എന്താണെങ്കിലും മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ മാറ്റി. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സ്പ്രിംഗ്ലർ അടക്കം പല വിഷയങ്ങൾ കൊണ്ടുവരികയും ആ വിഷയങ്ങളിലെല്ലാം തന്നെ ഗവൺമെൻറ്റിന് പുറകോട്ട് പോകേണ്ടി വരികയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോഴാണ് ഈവൻ MLA-മാരുടെ ഇടയ്ക്ക് പോലും ഭൂരിപക്ഷം ഇല്ലാതെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുകയും രമേശ് ചെന്നിത്തല തഴയുകയും ചെയ്യുന്നൊരു കാര്യമുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിൽ വലിയ പിടിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പലതരത്തിലുള്ള ഒരു പരിഗണനകളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അതെല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് മഹാരാഷ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം വേണ്ടി പ്രവർത്തിച്ചു. നല്ല രീതിയിലുള്ള ഒരു വിജയം അവർക്ക് സമ്മാനിക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ അദ്ദേഹം നിരന്തരമായി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവ് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമുണ്ടാവില്ല. കാരണം ഇതിന് ഒന്ന് നിയമസഭ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ സ്ഥാനം അദ്ദേഹത്തിന് എടുത്ത് മാറ്റി. അതിനുശേഷം തന്നെ നമുക്കറിയാമല്ലോ പല സംഭവങ്ങളും വരുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പേ കിട്ടിക്കൊണ്ടിരുന്ന ക്ഷണിതാവ് എന്ന് പറയുന്നൊരു സ്ഥാനമാണ് ഈ പറയുന്ന AICC കമ്മിറ്റിയിൽ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ശശി തരൂരുണ്ട്, അതുപോലെ KC വേണുഗോപാലുണ്ട്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. സംഘടനാപരമായിട്ട് ഏറ്റവും രണ്ടാമൻ KC വേണുഗോപാലാണ്. ആ കമ്മിറ്റിയിലേക്കൊക്കെ അദ്ദേഹത്തെ വെറും ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് നടന്നിട്ടുള്ളത്. ഇതിലൊക്കെ തന്നെ അദ്ദേഹത്തിന് നീരസമുണ്ടായിരുന്നു. പക്ഷേ നീരസമൊന്നും അദ്ദേഹം പുറത്ത് കാണിച്ചിട്ടില്ല. ചില നീരസമുണ്ടായതിന് ശേഷം VD സതീശൻ സംസാരിക്കുകയും KC വേണുഗോപാൽ ചെന്ന് സംസാരിക്കുകയും അദ്ദേഹത്തെ
അദ്ദേഹത്തോട് ഹൈക്കമാൻഡ് തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ ഇടപെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നിരന്തരമായി ഈ അപമാനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അതിൻ്റെ താഴെ വർക്ക് ചെയ്തവരാണ് മമതാ ബാനർജി. അവരിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ തന്നെ പ്രമുഖയായിട്ടുള്ളൊരു നേതാവാണ്. ഇന്ത്യ മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള ശക്തിയാണ് TMC എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് DK ശിവകുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ന് കർണാടകയിലെ ഏറ്റവും പ്രബലനായിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒക്കെ അദ്ദേഹം MLA ആണ്, ഹരിപ്പാട് എന്നുള്ള MLA ആണ്, വലിയ സൗകര്യങ്ങൾ കിട്ടുന്നു എന്നൊക്കെ തോന്നിയാൽ പോലും പലപ്പോഴും അദ്ദേഹത്തിന് അർഹിക്കുന്ന ലെവലിലുള്ള ഉയർച്ചകൾ പിന്നീട് കഴിഞ്ഞ ഏതാണ്ട് ഒരു 4-5 കൊല്ലമായിട്ട് അല്ലെങ്കിൽ ഒരു 7-8 കൊല്ലമായിട്ട് കേരളത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല പല കാര്യങ്ങളിലും അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായിട്ടുള്ള ആളുകളുടെ താഴെയിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാൾക്ക് ഇങ്ങനെ എത്ര നാൾ കോൺഗ്രസിൽ നിൽക്കാനാവും എന്നാണ് എൻ്റെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ അപമാനിതനായി പുറത്തേക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്ന നേതാക്കൾ നിരവധി ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിലുള്ള നേതാക്കളുടെ എണ്ണം കൂടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നവരൊക്കെ അദ്ദേഹത്തെ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല പോലെ ആൾക്ക് എങ്ങനെ ഇനി ഈ പരിപാടിക്ക് നിൽക്കാൻ കഴിയും? ഇപ്പോൾ K. സുധാകരൻ തന്നെ ഇന്ന് പറഞ്ഞത് അത് അത്ര നല്ല പരിപാടിയായില്ല രമേശ് ചെന്നിത്തല കാണിച്ചത് എന്നാണ് അദ്ദേഹം കൃത്യമായി മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുകയോ അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുകയും വെറും ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളായി രമേശ് ചെന്നിത്തല മാറുകയൊക്കെ ചെയ്തു. ഇതിനിടയിൽ നമുക്കറിയാം അദ്ദേഹം 1-2 പത്രസമ്മേളനങ്ങളൊക്കെ നടത്തിയപ്പോൾ തന്നെ VD സതീശൻ്റെ ലെവലിലേക്ക് തന്നെ അദ്ദേഹം നിൽക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള പരാതികൾ പോലും KPCCക്ക് അകത്തുനിന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുദിനം രമേശ് ചെന്നിത്തല തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കോൺഗ്രസിനകത്ത് ഇനി വലിയൊരു ഗ്രൂപ്പ് വഴക്കുണ്ടാക്കുമോ അതോ ഒറ്റപ്പെട്ട് രമേശ് ചെന്നിത്തല പുറത്തേക്ക് പോകുമോ എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ.